മീറ്റു ആരോപണം നേരിടുന്ന മുകേഷിനെയും ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ. കോൺക്ലേവിന് മുൻപായി രൂപീകരിച്ച സമിതിയാണ് മുകേഷിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നവംബർ 23-നാണ് സിനിമാ കോൺക്ലേവ് നടത്തുക. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഇത് സംബന്ധിച്ച തീയതി പ്രഖ്യാപനം വന്നിരിക്കുന്നു. ആരൊക്കെയാണ് ഈ സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? മുകേഷിനെ കൂടി ഉൾപ്പെടുത്തുന്നത് ഈ ആരോപണങ്ങൾക്കൊക്കെ മുൻപാണോ? അത് തീർച്ചയായും, അതായത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് നൽകിയ മറുപടിയിലാണ് ചലച്ചിത്ര നയരൂപീകരണവുമായി ബന്ധപ്പെട്ട സമിതിയിൽ ആരൊക്കെ ഉണ്ടാകണം എന്നുള്ള തീരുമാനമുണ്ടായത്. അതിൽ ആ രേഖയിൽ കൃത്യമായി പറയുന്നത് ഷാജി എൻ കരുൺ, സംവിധായകൻ ഷാജി എൻ കരുൺ, അദ്ദേഹമാണ് ചെയർമാൻ. ആ സമിതിയിലാണ് ശ്രീ എം മുകേഷ് ഉള്ളത്, MLA ഉള്ളത്. അതായത് ഈ മറുപടി നിയമസഭയിൽ നൽകുന്ന മറുപടിയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നു. അതിനുശേഷമുള്ള ചർച്ചകളിലാണ് ഈ കരട് നയം രൂപീകരിക്കപ്പെടണം എന്നുള്ള തീരുമാനമെടുക്കുന്നത്. അത്തരത്തിലാണ് ഒരു 10 അംഗ സമിതി രൂപീകരിക്കുന്നത്. അതിൽ ഷാജി എൻ കരുണുണ്ട്, കൂടാതെ പത്മപ്രിയയുണ്ട്, നടി പത്മപ്രിയയുണ്ട്, മഞ്ജു വാര്യരുണ്ട്, നിഖില വിമലുണ്ട്. അത്തരത്തിൽ ഈ സാംസ്കാരിക വകുപ്പിൻ്റെ സെക്രട്ടറി ഉണ്ട്. അത്തരത്തിൽ 10 പേരടങ്ങുന്ന ലിസ്റ്റാണ് അന്ന് നിയമസഭയിൽ മറുപടിയായി മന്ത്രി സജി ചെറിയാൻ നൽകിയത്. അതിലാണ് എം മുകേഷിൻ്റെ പേരുള്ളത്. ഈ ആരോപണങ്ങളൊക്കെ വരും മുൻപ് തന്നെയാണ് ഇത്തരത്തിലൊരു സമിതി രൂപീകരിക്കുന്ന തീരുമാനമുണ്ടായത്. അതായത് 2023 ഓഗസ്റ്റ് മാസം 8-ാം മാസമാണ് ഇത്തരത്തിൽ മറുപടി നൽകുന്നത്. ആദ്യഘട്ടത്തിലെ ചർച്ചകൾ നടന്നു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരം പോലെയാണ് സർക്കാർ ഇത് ആദ്യമായി മുന്നോട്ട് വെച്ചത്. അപ്പോഴും ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അല്ലെങ്കിൽ ചോദ്യം എന്നുള്ളത് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചവരും ഒപ്പം ആരോപണം നേരിടുന്നവരും ഒരു വേദിയിൽ നിന്ന് എത്തരത്തിലൊരു ചർച്ച സാധ്യമാകും എന്നുള്ള വലിയ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇപ്പോൾ ഈ സമിതിയിലെ പേരുകളും. കാരണം മുകേഷിനെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമാണ്. ആരോപണം ഉയർന്നവരൊക്കെ നിലവിൽ സിദ്ദിഖാകട്ടെ അല്ലെങ്കിൽ രഞ്ജിത്താകട്ടെ, അവർ ഈ പറഞ്ഞ ഔദ്യോഗിക സ്ഥാനം ഒഴിഞ്ഞ് അന്വേഷണത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അത്തരത്തിൽ മുകേഷ് കൂടി ഇതിലേക്ക് വരുമ്പോൾ വലിയ വിമർശനങ്ങളാകും ഉണ്ടാകുക. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2020 ബന്ധപ്പെട്ട് WCC ആദ്യം തന്നെ ഉന്നയിച്ച ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ആരോപണ വിധേയരും അതിനൊപ്പം ഇത്തരത്തിൽ അതിക്രമത്തിനിടയായവരും ഒന്നിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതുണ്ടാകില്ല എന്നുള്ളതാണ് സാംസ്കാരിക മന്ത്രി അടക്കം ഉറപ്പ് നൽകിയ ഒരു കാര്യം. ഇതിപ്പോൾ മുകേഷിനെ വെച്ചുകൊണ്ടാണ് ഈ കോൺക്ലേവ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. അത് തെളിയിക്കപ്പെടേണ്ടതാണ്, ശരിയാണ്. അദ്ദേഹം ഇപ്പോൾ നിയമസഭാ അംഗവുമാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ആരോപണം വിധേയർ എന്നുള്ള ഒരു കാര്യം ഇരകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു സമിതി രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ പരിഹരിക്കാൻ ഒരു സമിതി രൂപീകരിക്കുമ്പോൾ ഇത്തരത്തിലൊരു ആശങ്ക നേരത്തെ കൂട്ടി മുന്നോട്ട് വെച്ചതാണ്. മുകേഷിനെ ഒഴിവാക്കാതെ കോൺക്ലേവുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് ഇനി കഴിയുമോ? തീർച്ചയായും കഴിയില്ലെന്ന് തന്നെയാണ് പറയേണ്ടി വരിക. കാരണം അത്രമാത്രം സമ്മർദ്ദം സർക്കാരിന് മുകളിലുണ്ട്. കാരണം അത്രമാത്രം പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച രഞ്ജിത്ത് പോലും രാജിവെക്കുന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്നുകൂടി മറ്റൊരു ആരോപണം മുകേഷിനെതിരെ എത്തുകയാണ്. ആരോപണം എന്ന് പറയുമ്പോൾ മാധു സൂചിപ്പിച്ച പോലെ തെളിയിക്കപ്പെടേണ്ട ആരോപണമാണ്. എങ്കിൽ പോലും ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. പലരും പോലീസിന് മൊഴി നൽകാൻ ഈ പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതിക്ക് മൊഴി നൽകാൻ പോലീസ് സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതിക്ക് പോലീസ് സംഘത്തിന് മൊഴി നൽകാൻ പോലും തയ്യാറാകുന്ന ഘട്ടമാണ്. അതുകൊണ്ട് തീർച്ചയായും ആരോപണം നേരിടുന്നവർ ഒഴിഞ്ഞുമാറി നിൽക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുന്നത്. ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായി അമ്മയിലെ അംഗമായ ജഗദീഷ് സൂചിപ്പിച്ചത് അത്തരത്തിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവർ കുറച്ചുപേരെ, അമ്മയിൽ അംഗമായിരിക്കുന്ന കുറച്ചുപേരെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിന് അമ്മ തയ്യാറാകുമെന്ന് അദ്ദേഹം വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞിരുന്നു. എന്നാൽ സർക്കാരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തുടരെ 2 ആരോപണങ്ങൾ ഇപ്പോൾ മുകേഷിനെതിരെയുണ്ട്. അത്തരത്തിൽ ആരോപണം നേരിടുമ്പോൾ തെളിയിക്കപ്പെടേണ്ടതാണ്, അന്വേഷണം നടക്കേണ്ടതാണ്. ആ ഘട്ടത്തിലാണ് സിനിമാ കരട് നയരൂപീകരണത്തിൻ്റെ ആദ്യ സമിതിയിൽ, അതായത് ആദ്യമായി ഒരു കരട് രൂപീകരിക്കുമ്പോൾ അതിൽ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട, അത് അഭിമുഖീകരിക്കേണ്ട, അതിന് പരിഹാരം കാണേണ്ട സമിതിയിൽ ആരോപണം നേരിടുന്ന മുകേഷ് ഉണ്ടെന്നുള്ളത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കും. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടാകും മുൻപാണ് ഈ സമിതി രൂപീകരിച്ചിരുന്നത്. അതായത് 2023 ഓഗസ്റ്റിലാണ് ഇത്തരത്തിൽ മറുപടി നിയമസഭയിൽ നൽകുന്നത്. എന്തായാലും നമുക്കറിയാം, ഇന്നലെ ഈ മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രാഷ്ട്രീയമായാണ് അദ്ദേഹം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ CPM-ന്റെ MLA ആയതുകൊണ്ട് എന്നെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ്. ഞാൻ ഇന്നലെ ആരോപണം ഉന്നയിച്ച ആളെ കണ്ടിട്ട് പോലുമില്ല. CPM-ന്റെ MLA ആകുമ്പോൾ ആർക്കും വന്ന് കയറാമല്ലോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം.